രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കോൺഗ്രസ് സിനിമകളും പുസ്തകങ്ങളും വിലക്കിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. 1975 മൈക്കൽ എഡ്വാർഡിന്റെ നെഹ്റു എന്ന് പേരിട്ട രാഷ്ട്രീയ ജീവചരിത്ര പുസ്തകത്തിന് കോൺഗ്രസ് വിലക്കേർപ്പെടുത്തിയെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കിസ്സാ കുർസിക്ക എന്ന സിനിമയ്ക്കും വിലക്കേർപ്പെടുത്തി. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും ചോദ്യം ചെയ്യുന്ന സിനിമയായിരുന്നു അതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. 1949 കവി മഞ്ജൂരു സുൽത്താൻപുരിയെയും നടൻ ബൽരാജ് സാഹ്നിയെയും ജയിലിലിട്ടു. മിൽ തൊഴിലാളികളുടെ സമരത്തിൽ നെഹ്റുവിനെതിരെ കവിത എഴുതി അവതരിപ്പിച്ചതിനാണ് സുൽത്താൻപുരിയെ ശിക്ഷിച്ചത്. 1950 സുപ്രീം കോടതി കമ്മ്യൂണിസ്റ്റ് മാഗസീനായ ക്രോസ് റോഡ്സിനും RSS സംഘടന മാസിക ഓർഗനൈസറിനും അനുകൂലമായി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ഇടക്കാല സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ജനാധിപത്യ രാജ്യമെന്ന് സ്വയം അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയിടാനുള്ള ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. അതും ഭരണഘടന നിലവിൽ വന്ന് വെറും 1 വർഷത്തിനു ശേഷമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. ശനിയാഴ്ച ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ മോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പരസ്പരം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനിടെ ആൽബർട്ട് ഐൻസ്റ്റീനും എഡ്വീന മൗണ്ട് ബാറ്റനും ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകളുടെ ശേഖരം തിരികെ നൽകണമെന്ന് രാഹുൽ ഗാന്ധിയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. നെഹ്റുവിന്റെ കത്തുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറിയാണ് രാഹുലിനെ നിർദ്ദേശം നൽകിയത്. സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരം 2008 പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിനെ വിലക്കേർപ്പെടുത്തുകയും അന്നു മുതൽ സ്വകാര്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന കത്തുകളാണ് തിരികെ ആവശ്യപ്പെട്ടത്. നെഹ്റു കുടുംബത്തിന് വ്യക്തിപരമായ പ്രാധാന്യമുള്ളതാണ് ഈ രേഖകളെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഇവ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വലിയ ഗുണം ചെയ്യുമെന്നതിനാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് PMML കത്തിൽ പറയുന്നു. രേഖകൾ കൈമാറുകയോ അവ പകർത്തി സൂക്ഷിക്കാൻ അനുവാദം നൽകുകയോ ചെയ്യണമെന്നാണ് ആവശ്യം.